ഈ സ്കൂൾ പരിസരം കാണുമ്പോൾ നിങ്ങൾക്ക് കുട്ടിക്കാലം മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവും തീർച്ചയായിട്ടും. ആ സ്കൂൾ കെട്ടിടത്തിന്റെ വരാന്തയോട് ചേർന്ന് നിൽക്കുന്ന മരം കണ്ടില്ലേ? അത് എന്ത് മരമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യൂ കേട്ടോ. എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാനിവിടെ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സാജു ടി മാധവൻ. വൃക്ഷപരിചയം വീഡിയോയുടെ ഈ ഒരു എപ്പിസോഡ് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വെറുതെ തന്നെ ആയിരിക്കും. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം. ആ നെല്ലി മരമൊന്നൊലുത്തുവാൻ മോഹം. ONV സാറിന്റെ വളരെ പ്രശസ്തമായ ഈ വരികൾ കേട്ടപ്പോൾ ആ നിൽക്കുന്ന മരം ഏതാണെന്നുള്ള സംശയം മാറിയില്ലേ? അതെ, നെല്ലിമരം തന്നെയാണത്. ഇലപൊഴിക്കും സ്വഭാവമുള്ള മരമാണ് നെല്ലി. നല്ല വേനൽ സമയം ആയതിനാൽ ഒറ്റക്കാഴ്ചയിൽ ഇതൊരു ഉണങ്ങിയ മരമാണെന്നേ തോന്നുള്ളൂ. പാലക്കാട് ജില്ലയിൽ ഷൊർണൂരിനടുത്ത് പരുത്തിപ്പാറ ഗവൺമെന്റ് UP സ്കൂളിലാണ് ഈ ഒരു നെല്ലിമരം നിൽക്കുന്നത്. വിശ്വബ്രഹ്മ സമൂഹമടം നടത്തിയ ദ്വിദിന വാസ്തു പഠന ശിബിരത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഞാനിവിടെ ചെന്നത്. അന്നേരമാണ് ഈ ഒരു കാഴ്ച കാണാനിട വന്നത്. സൗകര്യങ്ങളുടെ കാര്യത്തിൽ അല്പം പിന്നാക്കം നിൽക്കുന്നതായി തോന്നിയെങ്കിലും ഈ ഒരു സ്കൂളും പരിസരവും പിന്നെ ഈ നെല്ലിമരവും ഒക്കെ ആ പഴയ സ്കൂൾ കാലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി. ശരിക്കും നിങ്ങളുടെ സ്കൂൾ കാല ഓർമ്മകളൊക്കെ കമന്റിലൊന്ന് കുറിക്കൂ കേട്ടോ, അറിയാമല്ലോ നമുക്ക്. ഇനി നെല്ലിമരത്തിൻ്റെ കുറച്ച് സവിശേഷതകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലായി കാണുന്ന യുഫോർബിയേസി എന്ന സസ്യകുടുംബത്തിൽപ്പെട്ട ഫലവൃക്ഷമായിട്ടുള്ള നെല്ലിയുടെ ശാസ്ത്രനാമം ഫിലാന്തസ് സിംപ്ലിക്ക എന്നാണ്. കൺട്രി ഗൂസ്ബെറി എന്ന ഇംഗ്ലീഷ് പേരുള്ള നെല്ലിക്ക് സംസ്കൃതത്തിൽ ധാത്രി, അമൃത, വയസ്ഥ, ആമലക എന്നൊക്കെ പേരുകളുണ്ട്. ഒരു പരിധിവരെ കഠിനമായ ചൂടും തണുപ്പും ഒക്കെ പ്രതിരോധിക്കാൻ കഴിവുള്ളതിനാൽ നെല്ലി കേരളത്തിൻ്റെ പ്രദേശങ്ങളിലും ഇടവിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് 13-14 മീറ്റർ വരെയൊക്കെ ഉയരത്തിൽ വളരാറുള്ള നെല്ലിയുടെ തൊലിക്ക് ചാര നിറമാണ് ഉണ്ടാവുക. കൂടാതെ അടർന്ന് പൊളിഞ്ഞതുപോലെയുള്ളൊരു സ്വഭാവം കൂടി ഈ തൊലിക്കുണ്ട്. ഇതിൻ്റെ ആയുർവേദത്തിലെ ത്രിഫല ഔഷധക്കൂട്ടിലെ ഒരു പ്രധാന ചേരുവയായ നെല്ലിയുടെ പൂക്കാലം ജനുവരി, മാർച്ച് മാസങ്ങളിലാണ്. സ്വാഭാവികമായ പുനരുൽപാദനം വളരെ കുറവേ നെല്ലിയിൽ നടക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന തൈകളാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഭാരതം കൂടാതെ ശ്രീലങ്ക, മ്യാൻമാർ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും നെല്ലി ധാരാളം കണ്ടുവരുന്നുണ്ട്. നല്ല ഒരു രസായന ഔഷധമായ നെല്ലിക്ക ഇരുമ്പ്, കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അത്ഭുത കലവറയാണ്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. നെല്ലിക്കയെക്കുറിച്ചുള്ള അർത്ഥമുള്ള ഈ ഒരു പഴഞ്ചൊല്ലും ഏറെ പ്രചാരമുള്ളത് തന്നെ. നെല്ലിമരത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ, അത് കേട്ടോളൂ. നെല്ലിമരത്തിൻ്റെ തടിക്ക് കലങ്ങിയ വെള്ളം ശുദ്ധീകരിക്കാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. നെല്ലിമരത്തിൻ്റെ കാതൽ വെള്ളത്തിൽ ഏറെ നാൾ കേടുകൂടാതെ കിടക്കും എന്നുള്ളതിനാൽ കിണറുകളുടെ അടിത്തട്ടിൽ നെല്ലിപ്പലക നിരത്താറുണ്ട്. ഇത് കലങ്ങിയ വെള്ളമുള്ള കിണറിലും ശുദ്ധജലം ഉണ്ടാക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന്, ശുക്ലബലം വർദ്ധിക്കും എന്നുള്ളത് കൊണ്ട് ച്യവനപ്രാശത്തിലെ പ്രധാന ചേരുവയും നെല്ലിക്ക തന്നെയാണ്. നെല്ലിക്കയിട്ട് തിളപ്പിച്ച വെള്ളം ഉപയോഗിച്ച് പതിവായി കുളിച്ചാൽ ജരാനരകൾ ബാധിക്കാതെ ദീർഘായുസുള്ളവരായി തീരുമെന്ന് ആയുർവേദം പറയുന്നുണ്ട്. ഒട്ടും മടിക്കണ്ട, നെല്ലി ഒരു ശീലമാക്കിക്കോളൂ. നെല്ലിയുടെ ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല. എന്തായാലും കുറഞ്ഞത് ദിവസേന ഒരു നെല്ലിക്കയെങ്കിലും കഴിക്കുന്ന ശീലം നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അത് നന്നായിരിക്കും. ഇന്നത്തെ വൃക്ഷപരിചയം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് കമന്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.